കഴിഞ്ഞ 10 വർഷത്തെ ഭരണ വിരുദ്ധ വികാരം കാണിക്കാനും ആ ഭരണത്തെ ഇഷ്ടപ്പെട്ടവർക്ക് അത് മതി എന്നുള്ള അവരുടെ ആ ഒരു പ്രതിജ്ഞ എടുക്കുവാനും അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞ ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂണ്ടുവിരൽ കൊണ്ടുള്ള യുദ്ധം. ആ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ നിരയിൽ തന്നെ മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ഇപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. മോഹൻലാൽ തിരുവനന്തപുരത്തെ മുടവൻമുകൾ നേമം വാർഡിലുള്ള മുടവൻമുകളിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. നേമം വാർഡ് നമുക്കറിയാം, ശിവൻകുട്ടിയും ശബരിനാഥും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന മുടവൻമുകളിലാണ് മോഹൻലാൽ എത്തിയത്. മോഹൻലാൽ എത്തും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ശബരിനാഥും വി ശിവൻകുട്ടിയും ഒക്കെ തന്നെ അവിടെ ചക്കയിലൊട്ടിയിരിക്കുന്ന ഈച്ചകൾ പോലെയൊക്കെ തന്നെ മോഹൻലാലിന് പിന്നാലെ ചുറ്റി നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന വോട്ടർമാരെയൊന്നും അവർ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും മോഹൻലാലിനെ കാര്യമായി തന്നെ ഇവർ സോപ്പിട്ടുന്ന പോലെ സംസാരിക്കുന്നത് കാണാം. എന്തായാലും അതൊരു മാതൃക തന്നെയാണ്. കാരണം ഇരുചേരിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ വലിയ ആവേശത്തോടു കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത് അതൊരു മാതൃക തന്നെയാണ് എന്ന കാര്യം സംശയമില്ല. പക്ഷേ മോഹൻലാൽ പിടികൊടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മോഹൻലാലിന്റെ വോട്ട് അത് രാജീവ് ചന്ദ്രശേഖരനുള്ള വോട്ടാണ് എന്നൊക്കെ തന്നെ ചില കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആവേശ കൊടുമുടിയിൽ വിറകൊണ്ട പ്രചാരണ കാലത്തിന് വിരാമമിട്ട കേരളം എന്ന പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുന്ന 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ടർമാരുടെ സജീവ പങ്കാളിത്തമാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമാകുന്നത്. സൂപ്പർ താരം മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് തെരഞ്ഞെടുപ്പ് ആവേശത്തിന് മാറ്റുകൂട്ടി. മുടവൻമുകളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മോഹൻലാൽ ഓർമ്മിപ്പിച്ചു. താരങ്ങളെ കാണാനും വോട്ട് ചെയ്യാനുമായി ബൂത്തുകളിൽ വലിയ ജനക്കൂട്ടമാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തന്നെ പ്രമുഖർ എത്തിയത് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സഹായിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. സിനിമ, സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരും വിവിധ ഇടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, സുരേഷ് ഗോപി അടക്കമുള്ളവരൊക്കെ തന്നെ അതിരാവിലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ അഭ്യർത്ഥിച്ച പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത് വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാർ ഭരണത്തിലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം രംഗത്ത് വന്നത്. ഒരു റീക്യാപ്പ്, പിണറായി വിജയൻ സർക്കാരിന്റെ റീക്യാപ്പ് ആയിരുന്നു അത്. സോഷ്യൽ മീഡിയയിൽ പുതിയ വീഡിയോയാണ് രാഹുൽ തയ്യാറാക്കിയത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ വൈറലാവുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ കാലത്തെ തൊഴിലില്ലായ്മയും പിൻവാതിൽ നിയമനങ്ങളുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. PSC പരീക്ഷ പാസ്സായിട്ടും ജോലി ലഭിക്കാതെ ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്തതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴഞ്ഞതും കേരളം മറന്നിട്ടില്ല എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. അർഹരായവരെ പുറത്തു നിർത്തി പാർട്ടി ബന്ധങ്ങളെയും SFI നേതാക്കളെയും പിൻവാതിലൂടെ നിയമിച്ച സർക്കാരിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ യുവജനതയ്ക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. സാധാരണക്കാരനെ നട്ടലൊടിക്കുന്ന വിലകയറ്റമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഇന്ധന കൊള്ളയ്ക്ക് പുറമെ സംസ്ഥാനം ഏർപ്പെടുത്തിയ അധിക സെസ്സും നികുതി വർധനവും ജനജീവിതം ദുസ്സഹമാക്കി. ക്ഷേമ പെൻഷനുകളും KSRTC ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിക്കിടക്കുമ്പോഴാണ് സർക്കാരിന്റെ ധൂർത്തിന് കുറവില്ല എന്ന ആക്ഷേപവും രാഹുൽ ഉന്നയിക്കുന്നത്. ക്യാമ്പസുകളിലെ ഇടിമുറികളും സിദ്ധാർത്ഥിനെ പോലെയുള്ള വിദ്യാർത്ഥികളുടെ ദാരുണമായ അന്ത്യവും ക്രമസമാധാന തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം മുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വരെ നീളുന്ന സംഭവങ്ങളിൽ ഭരണകൂടത്തിന്റെ പങ്കും ഓർക്കണമെന്നും അദ്ദേഹം പറയുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും കസ്റ്റഡി മരണങ്ങളും നടന്നുവെന്നാണ് രാഹുൽ പറയുന്നത്. K-ഫോൺ, AI ക്യാമറ, ലൈഫ് മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ പിന്നിൽ നടന്ന വൻ അഴിമതികൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകണം. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ തുടങ്ങിയ വൻകിട പദ്ധതികൾ UDF കാലത്ത് വിഭാവനം ചെയ്തതാണെന്നും ഈ സർക്കാർ സ്വന്തമായി ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നും രാഹുൽ വീഡിയോയിൽ വ്യക്തമാക്കി. കേരള ചരിത്രത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധനായ, ഏറ്റവും ക്രൂരനായ, ഏറ്റവും അധികം കള്ളങ്ങൾ പറയുന്ന, ഏറ്റവും അധികം കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് രാഹുൽ ആരോപിക്കുന്നു. ഈ പിണറായി വിജയനെ താഴെ ഇറക്കുവാൻ കിട്ടുന്ന സുവർണ അവസരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് വന്നു ചേരുന്നത്. വോട്ട് ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാർ നമ്മളെ എങ്ങനെയെല്ലാം ദ്രോഹിച്ചു എന്ന് ഓർത്തുകൊണ്ടായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ വോട്ട് വളരെ ബോധപൂർവം ആലോചിച്ച് ഉറപ്പിച്ച് വിവേകത്തോടു കൂടി തന്നെ ചെയ്യാം. ആ ചെയ്യുന്ന വോട്ട് UDFനൊപ്പം ആകട്ടെ. UDF നയിക്കും, കേരളം ജയിക്കും. രാഹുൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കേരളം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുന്ന സംസ്ഥാനത്ത് 25ഓളം വരുന്ന നിർണായക മണ്ഡലങ്ങളിലെ ജനവിധിയാകും. ഇരു മുന്നണികൾക്കും ഒരേപോലെ വിജയപ്രതീക്ഷയുള്ള എന്നാൽ അടിയൊഴുക്കുകൾ പ്രവചനാതീതമായ ഈ മണ്ഡലങ്ങളിലെ നേരിയ വോട്ട് വ്യത്യാസം പോലും ഭരണസിംഹാസന
സമാധാനത്തിലേക്കുള്ള വഴി മാറ്റിയേക്കാം. ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ച് കളത്തിലിറങ്ങിയ പല പ്രമുഖർക്കും ശക്തരായ എതിരാളികൾ വെല്ലുവിളി ഉയർത്തിയതോടുകൂടി കേരളം ശരിക്കും ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. തട്ടകത്തിൽ വിള്ളലാണ്, കോട്ടകളിൽ ആശങ്ക എന്നതുകൂടി CPM-നെ അലട്ടുന്നുണ്ട്. LDF-ന്റെ കൈവശമിരിക്കുന്ന പല ഉറച്ച സീറ്റുകളിലും ഇക്കുറി പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണവിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന UDF പ്രതീക്ഷയും സുശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെ അത് മറികടക്കാമെന്ന LDF ആത്മവിശ്വാസവും തമ്മിലുള്ള ഉരസലുമാണ് ഈ മണ്ഡലങ്ങളെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്.